ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാ അറിയോ? താട്ട തണ്ടടാൻ നല്ല അടിപൊളി ഒരു വറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് പറയുന്നത് വറ്റ എന്നാണ്. നല്ല രുചികരമായിട്ടുള്ള ഒരു മീനായിരുന്നു. നമ്മൾ ഈ കല്യാണത്തിനും അല്ലെങ്കിൽ അതുപോലുള്ള ഫംഗ്ഷനൊക്കെ കൂടുതലും മേടിക്കുന്ന ഒരു മീനാണ് വറ്റയും മോതയും ഇതുപോലുള്ള മീനൊക്കെയാണ്. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കണം. അപ്പോൾ ആദ്യം എല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ. ഇല്ലേ, എന്നാ മീനെന്ന് അറിയോ? വറ്റ നല്ല ടേസ്റ്റുള്ള ഒരു മീനല്ലേ കേട്ടോ. ഞാൻ നോക്കട്ടെ. എനിക്ക് വലിയ മീനൊന്നും വെട്ടാൻ അത്ര വശമില്ലേ, ഏതായാലും ഒന്ന് നോക്കാം. ആര് പറഞ്ഞു വശമില്ലെന്ന്? പോയല്ലേ, പെട്ടെന്ന് മാറി. ഇത് നല്ല കട്ടിയുള്ള മുള്ളത്. പുറത്തോട്ട് എടുക്കാവേ. വലിയ മറ്റേ എല്ലാം എടുക്കണേ. അത് തിന്നോ. അവർ നല്ല എളുപ്പത്തിലാണ് മീൻ വെട്ടുന്നല്ലേ. മീൻകാരായിരിക്കുന്നത്. വലിയ വാളിച്ചാൽ അതിന് നമുക്ക് ഒരെണ്ണം മേടിക്കണം. ഇതേപോലുള്ള മീനൊന്നും വെട്ടാൻ വലിയ എക്സ്പേർട്ടുള്ള ആൾക്കാരൊന്നും അല്ല നമ്മൾ കേട്ടോ. ചെയ്തും ഇതൊന്നും കളയാനില്ല അല്ലേ സുജ? ഇത് അധികം വേസ്റ്റൊന്നും ഇല്ല. ഇവിടെ കളയണ്ടേ? നല്ല കട്ടിയായി മീനല്ലേ. മതി, തൊലിയൊന്ന് പൊളിക്കും. തൊലി പൊലിക്കും ഇങ്ങനെ. അത്തിച്ചായും കൂടെ ബലം പിടിക്കുന്നത്. ഉച്ചയ്ക്ക് കോളായി. അപ്പം നമ്മൾ അകത്തതെല്ലാം എടുത്ത് കളഞ്ഞെല്ലാം ക്ലീൻ ചെയ്തു. ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പം നമുക്കറിയാവുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്തു. തൊലി ഉരിച്ച് കളയുന്നതാണ്. ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു പോയി, പക്ഷെ അത് വന്നില്ല. കുറച്ചൊക്കെ മാംസമൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ അകമെല്ലാം ഒന്ന് കഴുകി ആ ചകളയും പൂവും എല്ലാം എടുത്ത് കളഞ്ഞു. മീനൊന്നും ഒത്തിരി അഴുക്കൊന്നുമില്ല. വലിയ മീനൊക്കെ കൊണ്ടുവന്നാലേ തന്നെ ചെയ്യത്തുള്ളൂ കേട്ടോ. ഉപ്പുപൊടിയൊക്കെ അങ്ങോട്ട് തേച്ച് അല്ലേ? അല്ല, മത്തിയാലൊക്കെ അതെങ്കിൽ ശബരാന്ന് നോക്കിയത് അല്ലേ? എനിക്ക് ഈ വലിയ മീനോട് കല്ലുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. വൃത്തിയാക്കി വെള്ളം ഒഴിച്ചല്ലേ. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കാര്യം മീനെന്ന് പറഞ്ഞാൽ ഏത് മീനായാലും ശരി നല്ല ഉളുമ്പുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് മീനിൻ്റെ ഉളുമ്പ്. അപ്പം ഞാൻ എത്രത്തോളം അത്രത്തോളം കഴുകിയെടുക്കുന്ന മീനെന്ന് പറഞ്ഞ സാധനം. മീനുമായാലും ഇറച്ചിയായാലും. വെള്ളം ഒഴിച്ചു, കുറച്ച് ഒഴിച്ചു. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയായിട്ട് ഉളുമ്പെല്ലാം പോയ ശേഷം വേണം നമുക്ക് ഇവരെ അടുത്ത് കറി വെക്കാം. എന്നാ അപ്പം നമ്മൾ പറ്റ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ വലിയ എക്സ്പേർട്ട് മീൻ വെട്ടുകാരൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു പോരാളിയൊക്കെ മീനെല്ലാം അങ്ങനെ കരുതാറുള്ളൂ കേട്ടോ. 2 ഭാഗം ഇതുപോലെ നമ്മൾ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കാതെ മുറിക്കുന്നില്ല. പിന്നല്ല, അത് എപ്പോഴും കഷങ്ങളായിട്ടല്ലേ മുറിക്കുന്നത്. ഇന്ന് നമ്മളിത് ഒരെണ്ണമായിട്ട് അങ്ങ് കറി വെക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1 കിലോ 300 ഗ്രാമുണ്ട്. അത്ര തൂക്കം ഉണ്ടായിരുന്നു. അപ്പോൾ മുറിക്കാതെ തന്നെ ഇങ്ങനെ തന്നെ ഞാൻ കറി വെക്കും. അപ്പോൾ ആ മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതേപോലൊരു പാത്രത്തിൻ്റെ അകത്തോട്ടാക്കുകയാണ്. ഒരു കാശ്മീരി മുളക് പൊടിയാണ്. നമുക്ക് കുറച്ചങ്ങോട്ട് എടുക്കാം. അത്ര മീനില്ല, അപ്പോൾ അതനുസരിച്ചുള്ള മുളക് പൊടി വേണം. ഏകദേശം ഒരു 100 ഗ്രാം കാശ്മീരി മുളക് പൊടി എടുത്ത് ഞാൻ
1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. മീൻകറിക്കകത്ത് ഒരല്പം കായപ്പൊടി ഒക്കെ ചേർക്കുന്നത് നല്ലതാണെന്ന് അഭിപ്രായക്കാരന്. ഞാൻ പല മീൻകറിക്കകത്തും കായപ്പൊടിയൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ വലിയ ഫംഗ്ഷനൊക്കെ മീൻകറി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കായപ്പൊടി ഇട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും അറിയാൻ പറ്റാത്തുണ്ടെങ്കിൽ മീൻകറി വെക്കുമ്പോൾ ഒരല്പം കായപ്പൊടി ഇടുന്നത് നല്ലതാണ്. ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മീൻകറി വെക്കാം എന്നാ ഇനി നമുക്ക് തുടങ്ങിയേക്കാം. തുടങ്ങിയേക്കാം. അപ്പോൾ അടുപ്പൊക്കെ റെഡിയാക്കിയ ശേഷം ഇതേപോലെ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി അങ്ങോട്ട് വെക്കുക. ഇനി നമുക്ക് ഈ ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഈ മീൻ കറിക്കെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ കൂടുതലൊന്നല്ല കേട്ടോ. കുറച്ച് ഉലുവ, ഇതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉലുവ അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു 50 ഗ്രാം വെച്ചുണ്ട് കേട്ടോ. വെളുത്തുള്ളി മാത്രം ഒരു 100 ഗ്രാം ഉണ്ട്. ഉള്ളി ഒരു 5-10 ഉള്ളിയോളം ഉണ്ട്. എല്ലാം ചതച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ചതച്ചെടുക്കുമ്പോൾ ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കാശ്മീരി മുളക് പൊടിയാണ്, പച്ചമുളക് ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട് ആ എരിവിന്. ഇപ്പോൾ എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അല്പം ചേർത്താൽ മതി അല്ലേ. അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക. അതിന് ഇതുപോലെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇത് ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ പൊടിയായിട്ട് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് നമുക്ക് ആ പൊടിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം. അപ്പം നമുക്കറിയാമല്ലോ ഇതിൻ്റെ ആ പച്ചച്ചവ മാറുമ്പോഴത്തേക്കും മുളക് പൊടിയുടെ ആ മണം വരും. അപ്പോൾ ഇതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, മുളകൊന്ന് മൂത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പുളിയും വെള്ളവും എല്ലാം കൂടെ ഒന്നിട്ട് ഒഴിക്കുകയാണ്. ഞാൻ ഒരു 5-6 കഷ്ണം പുളിയുണ്ട്, അത് 2-3 കീറി ഇട്ടിരിക്കുന്നത്, അത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. പുളി വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് അങ്ങോട്ട് ഇളക്കി കൊടുക്കും. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും. 1/2 കപ്പ് വെള്ളം അല്ലേ, 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഗ്രേവി എല്ലാം കൂടെ ഒന്ന് ഇളക്കി. കുറച്ചുകൂടെ വെള്ളം വേണം അല്ലേ, കുറച്ചുകൂടെ വെള്ളം, കാര്യം മീൻ മുങ്ങി കിടക്കണം. ഒരു 3/4 പാത്രം വേണം. നമുക്കിനി പല പ്രധാനപ്പെട്ട ഒരു സാധനം കൂടെ ഉണ്ട്, ഉപ്പുപൊടി അല്ലേ. ഉപ്പും പുളിയല്ലേ ഇതിനും കറക്റ്റാണ്. മീൻകറിയുടെ പാകം എന്ന് പറഞ്ഞാൽ ഉപ്പും പുളി എരിവും എല്ലാം ഒരു പാകമല്ല, പാകത്തിനായെങ്കിലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ നമുക്കതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇത് നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇരിക്കട്ടെ. ഇതേലെ ഈ അടുപ്പാകുമ്പോൾ പെട്ടെന്ന് തിളയാവും. നമ്മളേ എങ്ങനെയുണ്ട് മണം? നല്ല മണം അടിക്കുന്നുണ്ട് അല്ലേ. അതൊരു പ്രത്യേകത ഇത് തന്നെ കേട്ടോ അല്ലേ. മീൻ ഇടാതെ തന്നെ ഇത് നല്ല അടിപൊളി മണമായിട്ടുണ്ട്. ഇതേടെ നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് മീൻ പറക്കിയിടാമെന്ന് പറഞ്ഞതാണ്. മീനിൽ ഈ ചാറ് കൂട്ടി കഴിക്കാം അല്ലേ. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ മീൻ വറ്റേന്ന് തന്നെ പറയാം. നിങ്ങൾ പലർക്കും പല പേരിലൊക്കെ ആയിരിക്കും ഈ മീൻ അറിയപ്പെടുന്നത്. കൂടുതലും എല്ലാവർക്കും അറിയാം പറ്റേന്ന് തന്നെ ആയിരിക്കും എന്നായിരിക്കും തോന്നുന്നത് പല സ്ഥലത്തും. ഇവിടെ എല്ലാവരും ഈ പറ്റേന്ന് തന്നെ ഇത് അറിയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്നൊന്ന് കമൻറ്റിൽ കൂടെ അതൊന്ന് അറിയിച്ചേക്കണം കേട്ടോ. അപ്പം നമ്മൾ ഒരുവിധമൊക്കെ വെട്ടി വെച്ചിരിക്കുന്ന നമ്മൾ വറ്റ അങ്ങോട്ട് ഇടുകയാണ്. ഒന്നായിട്ട് അങ്ങോട്ട് ഇടുക. അപ്പം ഈ ചാറെല്ലാം കൂടെ കോരി ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കും. ഈ ചാറോടെ അങ്ങോട്ട് കിടക്കട്ടെ. ഈ കപ്പയൊക്കെ മേടിക്കാനുള്ളതല്ലേ. അതിൻ്റെ പുളിയുടെ സത്തൊക്കെ അങ്ങോട്ട് ഇറക്കട്ടെ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 3-4 കറിവേപ്പില ആ തണ്ടോട് കൂടി അങ്ങോട്ട് ഇടുകയാണ്. കരിയാപ്പില ഇല്ലെങ്കിൽ എന്നാ കറി അല്ലേ. ഇനി നമുക്ക് അതങ്ങോട്ട് മൂടി
വലിയ തീ വേണ്ട, ഒരു മീഡിയം തീ നിന്നാൽ മതി കേട്ടോ. ആ, ഒരു മീഡിയം തീയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് ഒരു ഭാഗം ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഷംല ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കത് തിരിച്ചിടണം അല്ലേ? ഒന്ന് തുറക്കാണേ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കും. തിരിച്ചാറും അങ്ങോട്ട് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലേ. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ. ഉപ്പും പുളിയൊക്കെ എരിവും എല്ലാം തോന്നല്ലേ? അല്ല കണ്ട നല്ല കുറിയ ചാറ്. എന്താ ചാല ശകലം നോക്കി. ഞാൻ ആദ്യമേ നോക്കാം കേട്ടോ. ആദ്യം നോക്കേ, എന്നിട്ട് എൻ്റെ ഇതാ. അടിപൊളി അടിപൊളി. ഇതാ ഞാനൊന്നൊക്കെ നമ്മൾ ചെയ്തോണ്ട് പറയാമല്ലോ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എങ്ങനെ ഇഷ്ടമില്ല? നല്ല എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഒന്നും ചേർക്കണ്ട. ഒന്നും ചേർക്കണ്ട. നല്ല കറിയാണ്. ഇപ്പം ഉപ്പ് പുളി എരിവ് ഒക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട ശേഷം ഒന്നുകൂടെ മൂടി വെക്കണേ. അപ്പം ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റ് അല്ലേ? ആ, ഒരു 5-6 മിനിറ്റ് ഇരിക്കട്ടെ. ഇതേപോലുള്ള കറികൾ തീർക്കണമെങ്കിൽ കപ്പ തന്നെയാണ് വേണം അല്ലേ? ഈ കപ്പയ്ക്കുള്ള ഒരു കറിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ചോറിനൂടെ കഴിക്കാം, പക്ഷേ കപ്പയാണ് മെയിൻ സാധനം. ഇതേപോലെ കറി വെച്ചിട്ട് ഇത്തിരി കപ്പയുടെ മേടിച്ച് തകർക്കണം. അപ്പം നമുക്ക് ഏകദേശം എല്ലാം കൂടെ ഒരു 10-20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഒരല്പം ചാറോട് കൂടി തന്നെ നമ്മളൊരു വറ്റക്കറി റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേ രീതിയിലുള്ള കറി. നല്ല കുറുകിയ ഇച്ചിരി ചാറും ഉണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം. എങ്ങനെയുണ്ട് ഷംല നമ്മുടെ വറ്റക്കറി? പിന്നെ അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതേ രീതി കറി വെക്കാൻ അറിയാൻ മേത്തവരുണ്ട്, ചെയ്തു നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.